ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ഡേ ആണ് സ്റ്റേക്കേഷൻ്റെ. എടുക്കണ്ടോടാ ശരി, ഒരു പുഞ്ചിരി തന്നെ, ഒരു പുഞ്ചിരി. ആയി ഗിംബല് കണ്ടോ? നമ്മുടെ ഗിംബൽ നോക്കി തിരിഞ്ഞു വരുന്നു. മോഹൻലാല് ഇടിക്കുന്ന മോഹൻലാല് ആസിഫിന്റെ കൂട്ടിനസ് തന്നെ. സാമ്പാർ എന്താ സ്ഥലം? കുന്ന് ഫുഡ്. ആ സെർലാക്ക ദോശ വേണോ? ദോശ അവിടെ ഇരിക്കണ്ടെന്ന്. സ്നേഹത്തോടെ തലോടും. പിന്നെ ഇങ്ങനെ മോന്താൻ പഠിക്കാൻ വേണ്ട. പറ്റിച്ചെന്ന് പറയടാ. ഞങ്ങളില്ല. ബൈ ബൈ. നീ പോണോണ്ടെന്നാ. ബൈ. ഒന്നോളൂ. അവന് ഷർട്ടോ? എന്നെ ബ്ലോഗിലേക്ക് ഇത് വ്ളോഗിനുള്ളതാ. ഇത് ഞാൻ എടുക്കില്ല. സ്റ്റാറ്റസ് ഞാൻ എടുക്കില്ല. ഞാൻ ചാരനല്ല. ആരെങ്കിലും മൊബൈല് വേറെ എന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ടീം ഏതാണെന്ന് നോക്കി ആ കമ്പനി അല്ലാതെ ഫോണോടെ ഒരാളെ വേണമെങ്കിൽ ഇവിടെ നിന്നോളി, ഒരാൾ അവിടെ ഒരാൾ അവിടെ നിന്നോ. ഒരാള് മൊബൈൽ മൊബൈൽ എല്ലാവരും മൊബൈൽ സ്ഥലത്ത് വെച്ചോളി. മൂന്ന് സാധനങ്ങൾ ഏറ്റവും വലിയ കവർ ഉണ്ടാക്കാം.
വെച്ച് നോക്കുക. അവിടെ കൊണ്ടുപോയി നോക്കാം. എവിടെ മൂസി? കപ്പടിക്കൂലോ. ഇതെന്താ ടവറാ? ഇതേ തണലത്ത് കൊണ്ടേക്കാനാ? ഒട്ടീര് കഴിഞ്ഞു സ്റ്റാർട്ട് ഒരു 5 മിനിറ്റ് നിർത്താൻ വേണ്ടി വേറെ പണി എടുക്കാൻ പറ്റില്ല. നിർത്താൻ വേണ്ടി മാത്രം നിർത്താൻ മാത്രം പറ്റും. അല്ല എവിടെ വെച്ചാൽ അടുത്ത കളിക്ക് പോയോ? ഈ വർഷം ഒരു കളിയില്ല. ഞങ്ങളെ ക്യാപ്റ്റൻ എത്ര അയച്ചോളൂ. ഞങ്ങൾ ഇത്ര ഒന്നും പണിയെടുക്കണ്ട, ഒരേ ലെവലിൽ കൊണ്ടുപോകാം. ടവർ പുറത്തെ ടവർ എങ്ങനെ ഉണ്ടാവുക? സ്റ്റാമിന നിർത്തുന്നുണ്ട്. സ്റ്റാമിനെ പറ്റി ഞങ്ങൾ നിർത്തിയതോ ഇതോ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല അവരെ വിന്നർ എന്ന് പറഞ്ഞു. എങ്ങനെ വിന്നറാന്ന് നിങ്ങൾ ഹലോ അത് കാറ്റത്ത് തട്ടിപ്പോയതാ. എന്താ അടിപൊളിക്കണേ? സാധാരണ ടവർ എങ്ങനെ സ്റ്റേ കൊടുക്കില്ല. ഒരു പ്രാപ്പറായിട്ട് ഇങ്ങനെ സ്റ്റേ കൊടുത്താൽ ഇവിടെ ഒരു സ്റ്റേ അവിടെ സ്റ്റേ കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കമ്പി വലിച്ചിട്ടാ പേപ്പറായിട്ട് സ്റ്റേ കൊടുക്കണം. ഇവിടുന്ന് പേപ്പർ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 3 സ്റ്റേ കൊടുത്തിട്ട് 3 സ്ഥലത്തേക്ക് കൊടുക്കുക. ഇവിടുന്ന് 3 കൊടുത്തിട്ട് എങ്ങനെ ചെറിയ പേപ്പർ മൂന്ന് സാധനം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്താം. എന്തായാലും വിന്നറെ കളഞ്ഞാണ്. ഏത് സാധനം ഇങ്ങനെ നിർത്താൻ അവരെല്ലാം ആദ്യം ചെയ്തു. കോൺക്രീറ്റ് ഒക്കെ വാരിക്കൊണ്ടേ ക്യാപ്റ്റൻ പോയി നിർത്ത്. കൈ പിടിച്ചല്ലോ, കാല് പിടിച്ചെടുത്തണം. ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊന്നും നിർത്തി കാണിച്ചു. വേറെ വഴി ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡിസ്ക്വാളിഫൈഡ്
എവിടെ ഇപ്പലത്തെ നിർത്തിയതോടെ ഇത് കുടിക്കാണ് ലബനം. ഞങ്ങള് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യണം. ജോണാ എന്നുള്ളതാണ്. ഓക്കെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ബട്ട് സ്റ്റിൽ ഐ ആം ഡൂയിങ് ഇറ്റ്. റെസ്പെക്റ്റഡ് MD of Focus, Mr. Fasal Vivi, Mrs. Fasal, Operation Manager Mr. Roshan, Sales Manager Mr. Shanif, and truly efficient and dedicated employees of Focus, and my dear family members. First of all, an heartfelt warm Eid Mubarak wishes to you have to remember which is the highest score of yours. A ആണോ B ആണോ C ആണോ ഓർത്ത് വെക്കണം. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ മാറിയിരിക്കും. followed by blue 32 and green 32. So it's a very close call. Okay. So മ്യൂസിക് okay. What has to be broken before using it, etc. And you know, for all the team activities, team will be getting 10 points. Winner will be getting 10 points and runner will be getting 5 points. For the individual, only winner will be getting the point. Okay? So it was a very tough competition, and shall I show the word 2025? This would be a new beginning for Focus as well as all of us. We have a lot of activities here, which includes team building, motivational speech by Mr. Nabulsi. Then we will have an... I will introduce myself. I have total 17 years of experience in healthcare sector. I started my career in Sipla as a marketing executive, 2 years. Then moved to Dubai. I was in charge of 2 outlets in Dubai and Dera City Center. Currently, I am working as an associate vice president of Daman Health Insurance, responsible for the authorization. Hi, good afternoon, everybody. Firstly, very Eid Mubarak to everyone. And hoping that still now you have enjoyed the program. Again, I am expressing my special thanks to Fasal to organize such a beautiful program for us. And as Roshan said before, keep all this experience in your life, including me, in each and every task, there is something. Afternoon, guys and ladies and gentlemen. I have a habit of saying, guys. Good afternoon, ladies and gentlemen. I wish you a happy Eid. On this occasion, I have been asked to make it really short. I'm not a good speaker, but I'll try to concise it as much as possible. Anyway, first of all, thank you very much, Mr. Fasal. He was being very considerate about the people who was under him as well as their families.
and I'm really happy that they made such a great occasion so that everyone will have it. എന്താണെന്നറിയില്ല, നമുക്ക് പൊതുവിൽ നമ്മുടെ ക്ലൈന്റിന്റെ അടുത്തുനിന്ന് ചെറിയൊരു പരാതി പോലെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് സാമ്പത്തികമായിരുന്നാലും മറ്റുള്ള ഏത് സഹായം ആരുടെ ആവശ്യപ്പെട്ടാലും ശരിക്കും അത് പരിഗണിക്കുന്നുണ്ട്. ആ ഒരു ഇത് വളരെ ഞാൻ ഒരുപാട് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഒരു സൽമാനും വർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അത് സന്തോഷമായിട്ട് പറയും ഇഷ്ടപ്പെട്ട കാര്യം. ഇംപ്രൂവ് ചെയ്യാറുണ്ട്. അഭിപ്രായം പറഞ്ഞു. വേൾഡ് ക്ലാസ് ഗൂഗിളിലല്ലേ വർക്ക് ചെയ്യണം, ഫോക്കസിലല്ലേ. വേറെ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ്. അല്ല അഭിപ്രായം പറഞ്ഞോളി. ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും സജഷനായിട്ടോ അഭിപ്രായം എന്താണെന്ന് വെച്ച് പറഞ്ഞോ. ടീം വർക്കായിട്ട് ഒന്നുകൂടി ടീം വർക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മൈക്ക് അടുപ്പിച്ച് വിളിച്ചോ. ഫോക്കസിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കൊരു പവർ തരികയാണ്, വെറുതെ ഒരു പവർ തരികയാണ്. എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് സമയമില്ല, ഒരു മിനിറ്റ് ഒരാൾക്കുള്ളൂ പെട്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായം തിരിച്ച് പറഞ്ഞോ. എൻ്റെ പേര് ഷിബു. ഞാൻ ആദ്യമായിട്ട് ഫസൽ സാറിന് നന്ദി പറയുകയാണ്. ഇതൊരു സംഘടിപ്പിച്ചത്. അതിലുപരി പുള്ളി ഒരു കമ്പനി ഓണർ എന്നുള്ള നിലയ്ക്കല്ല, മറ്റുള്ള സ്റ്റാഫുകളുടെ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളും ആ മനുഷ്യത്വവും ഒരു വലിയ വിഷയം അങ്ങനെയല്ല. ഇതിനെ പ്രശ്നമല്ല. എല്ലാവരും ഒരേപോലെ വിട്ടിട്ട് അവർക്ക് പഠിച്ചോ എന്നുള്ള രീതിയിലാണ് ഇവരെ ഇവിടെ പറഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് പോകാൻ പറ്റുന്നത്. പിന്നെ ഇംപ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ ഫോക്കസിന് ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമുള്ള സംഗതി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇതൊരു കമ്പനി ആയിട്ടല്ല കാണാൻ പറ്റുന്നത്, ഒരു ഫാമിലി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നമുക്കിപ്പോ നമ്മളെ ഫാമിലിനെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെയാണ് ഫസലൊക്കെ നമ്മളെ നോക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ മാനേജർ ആയിക്കോട്ടെ, സൂപ്പർവൈസർ ആയിക്കോട്ടെ, മറ്റു കമ്പനികളിലൊന്നും നമുക്ക് ഡയറക്റ്റ് അവരേക്കും കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരേക്കും എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റൂല. ഇവിടെ എനിക്കിപ്പോ പേഴ്സണലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മാനേജർ ആയിക്കോട്ടെ, സൂപ്പർവൈസർ ആയിക്കോട്ടെ, ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ഇന്ത്യൻ ഫ്രണ്ട് പറഞ്ഞാൽ ഞാനും ശിവചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറെ കമ്പനികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇവിടെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ് എല്ലാവരും. പിന്നെ ഓണറാണെങ്കിലും മാനേജറാണെങ്കിലും എല്ലാവരാണെങ്കിലും നമ്മളോട് നല്ല രീതിക്ക് മുൻകൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഈഗോ എന്നുള്ളൊരു സംഭവം മൈൻഡിൽ വെക്കാതെ എല്ലാവരും ഒരേപോലെ എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്, ഒരു ഫാമിലി എന്നുള്ള രീതിക്ക് തന്നെ. അപ്പൊ അത് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുള്ള ഇംപ്രൂവ് ചെയ്യാൻ സോറി അത് ഷെഡ്യൂളിന്റെ കാര്യം അതല്ല സംഭവം തലേ ദിവസം ഇടാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നല്ലതായിരിക്കും. കാരണം ചിലപ്പോ അർജന്റായിട്ടായിരിക്കും വിളിച്ചു പറയാം, നമുക്ക് അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ തലേ ദിവസം ഇടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്കൊന്ന് മൈൻഡ് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും, നാളെ അവിടെയാണ് അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്തിട്ടാണെങ്കിലും പോകാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ സൈറ്റിലോട്ട് പോകുമ്പോൾ അതും കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം സൈറ്റിലോട്ട് എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആവുക, അത് നമ്മൾ മെറ്റീരിയൽ നമ്മൾ തന്നെ വാങ്ങി പോകുമ്പോൾ അതിന്റെ കുറച്ച് ഡിലേ ആണെന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഡ്രൈവർ നാട്ടിലാണ്, പിന്നെ ഉള്ളൊരു ഡ്രൈവർ പോയിട്ടുണ്ട്. ഇപ്പോൾ അസ്ലമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അസ്ലം പ്രഷർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ആണ് എല്ലാ കാര്യങ്ങളായാലും. അപ്പോൾ അത് നമ്മൾ എന്താ വെച്ചാൽ റസാക്ക് വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡ് കൂടി പറയാനുണ്ട്.
റോഷൻ ശരി. ഫസൽക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഷൻ ശരി. ഫസൽക്കാർ അതേപോലെ ചന്ദനചാരി കഴിഞ്ഞാൽ ചന്ദനം വളർത്തുന്നു പറഞ്ഞ പോലെ തന്നെ റോഷന് എന്ത് കാര്യത്തിനും നമുക്ക് സപ്പോർട്ടാണ്. ശനിയും അതുപോലെ തന്നെ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് റോഷന്റെ ഇരുന്നോ അല്ലെങ്കിൽ ശനിക്ക് ഇരുന്നോ കിട്ടും. ശനിക്ക് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടും റോഷന് എന്താ പറയാ കാര്യമുണ്ട്. അപ്പൊ ആ ഒരു ഇതില് എല്ലാവർക്കും ഇവർക്ക് എന്താ അറിയാം, നമുക്ക് ഇവർക്ക് എന്തെങ്കിലും മാനുവലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടില് ഞാനിപ്പോ ഫസൽക്ക് തന്നെയാണ്. കാരണം ചന്ദനം ചാരിക്കഴിഞ്ഞാൽ ചന്ദനം വളർത്തുന്നത് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനി നേറ്റങ്ങൾ എന്ന് ഡീൽ ചെയ്ത് തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങൾക്ക് കുറെ ക്വാളിറ്റീസ് നിങ്ങൾ അറിയാതെ ഫസൽക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കമ്പനി വേറൊരു പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തോടെ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ശരത്തിനോട് ഒരു ഓൾമോസ്റ്റ് ഒരു 75. ശ്രീരാഗ്. പറയൂ ശ്രീരാഗ്, ഇഷ്ടപ്പെട്ട ഫോക്കസിനെ കുറിച്ചിട്ട്. നമ്മളെന്ത് കാര്യം പറഞ്ഞാലും ഓക്കെയാണ്. പിന്നെ നമ്മൾ ലീവാണെന്ന് പറഞ്ഞാലും പറയും. പിന്നെ പറഞ്ഞ തന്നെ ഓപ്പണായിട്ട് പറയാം, സംസാരിക്കാം. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. യുവർ കമന്റ്സ് ആർ ഹേർഡ്. നിങ്ങൾ ഉള്ളെന്ന് പറയും, കാരണം ഇത് ദിസ് ഇസ് ഹൗ നിങ്ങളെ വർക്കിലെ എക്സ്പീരിയൻസിൽ നിങ്ങളെ കമന്റ്സ് ആണ്. സോ ഇറ്റ് ഹാസ് എ റെപ്യൂട്ടേഷൻ. ഞാൻ പാലത്തിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങള് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഇൻ പർട്ടിക്കുലർ അത് ലേറ്റ് ആവുന്നത്. കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നത്. ഡിലേ ആക്കുന്ന സാധനങ്ങൾ. ഓക്കെ, താങ്ക് യു. पड़ी है, जब भी कोई जरूरत पड़ी है उन्होंने मेरे साथ हेल्प भी की है, सब कुछ किया है. एक दो मतलब ऐसा चांस भी हुआ है कि मैं बोलने वाला हूँ, उससे पहले उन्होंने मेरे साथ कई की है. എൻ്റെ പേര് ഹമീദ്. ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വന്നതാണ്. 6 വർഷം. 6 വർഷം പുള്ളിയല്ലേ? എന്നാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് അവരെടുക്കും, അതിന് തീരുമാനം അവരെടുത്തിരുന്നു. ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഫസൽക്കിൻ്റെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത്. അതേപോലെ ജസ്റ്റ് ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ പോസിറ്റീവ് എടുത്തിടും. ഈ സാമ്പത്തികമായി എന്തുവാണെങ്കിലും അത് പ്രോപ്പറായിട്ട് ചെയ്തിടും. ഇത്രയും കാര്യം പിന്നെ ഈ റോഷനെ ശരിയാക്കി പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും സൈറ്റിൽ നിന്ന് പിന്നെ എൻ്റെ PDF എന്തെങ്കിലും വളരെ അവരുടെ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ എടുക്കാൻ പറ്റും. പിന്നെ ഇമ്പ്രൂവ്മെന്റ് ആകാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈറ്റിലേക്ക് ഒരാളെ ചെക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് വീണ്ടും പണിയെടുക്കാനാണെങ്കിലും അവിടെ തന്നെ 11 വർഷമായി ഗൾഫ് കൺട്രീസിൽ. ഞാൻ ബാക്കിയുള്ള കമ്പനീസിനെ കാണാത്തത് ഇവിടെ കണ്ട ഒരേ ഒരു കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും. ഹ്യൂമാനിറ്റി. നമ്മളിവിടെ ചെയ്യുന്ന ബിസിനസ്സിൽ, അതായത് നമ്മുടെ ഈ കമ്പനിയിൽ ബിസിനസ് അല്ല മെയിനായിട്ടുള്ളത് ഹ്യൂമാനിറ്റിയാണ്. അത് തന്നെയാണ് എനിക്ക് ഈ കമ്പനി ഇഷ്ടമുള്ള കാര്യം. നമ്മുടെ എല്ലാ കാര്യത്തിനും ഹ്യൂമാനിറ്റിയാണ്. ഇഷ്ടമല്ലാത്തത് ഏത് മേഖലയിലും ഒന്ന് കൈ കടക്കുക അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അതോറിറ്റി ചെയ്യാം. മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവര് നമുക്ക് പറഞ്ഞു തരും. എപ്പോ വേണമെങ്കിലും ചോദിക്കാം, ചോദിക്കാം. അങ്ങനെയാണ് ഓഫീസില്. പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ ഒരു changes വരാൻ പറ്റി, I would be happy. And if you have any questions for me, this is the time. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. They are logical. For example, നിങ്ങൾക്ക് പെട്ടെന്ന് ഫസൽക്കാരുടെ അടുത്ത് പറയുന്നത് എനിക്കൊരു ക്ലൈന്റ്
ഇത് ഞാൻ ഡോഗ് പറഞ്ഞു. ഞാൻ ഈ നേരത്തെ സ്ലൈഡിൽ മിസ്സായിരുന്നു ആക്ടേഴ്സിന്റെ. Miss Arati, Seena, Ashia, and Christina. We will declare the winner later, but first we will give the prizes. It's like not the first and second, but for the participation prizes we will give it. We will welcome. Okay, Visita, please. Seena. Oh, Ashia. Okay. Burhana, please. Seena. Maya, please. To Arati. Lubna, please. Please come. To Christina. Okay, now we are going to announce the winners. It was a very tough competition. First we will announce the runner-up. Second prize. Okay, I'll just ask Roshan, whom do you feel is the... Okay, first let it be the second one. Okay, Maya, please come. Let Maya announce the runner-up. Christina. Now Roshan, who would be the winner? I didn't see the personalities, but Yes. I just had a taste of what Okay. they did. I think that I felt good is that, I mean, not disrespect, but the better one was that mango pudding. Actually, we were asking randomly to each and everyone, and I think 90% of the people who tasted the pudding said they like the mango. Okay, so let us welcome Aarti. Please come forward. Nikita, please. രണ്ടുപേര് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് വാസ് എ ടീം വർക്ക്. ഫോട്ടോ എടുക്കാൻ കൊടുക്കും. ഫോട്ടോ സെക്ഷൻ. Okay, so let the judges do that. Nisita, please come forward. Burhana. Judges, please come forward. ഇത് നമ്മുടെ സമയപരിമിതി കാരണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത ക്ലാസ്സുകളിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. നമുക്ക് നല്ല ഗോൾഡൻ ചാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പുള്ളിനെ ഞാനത് പരിചയപ്പെടുത്താം. നബീലിന്റെ ടിൻ ബ്രദറാണ് നബുൽഷി. നമ്മുടെ നബീലിന്റെ ബ്രദറാണെന്ന് മാത്രമല്ല ടിൻ ബ്രദറാണ്. അപ്പോ ഇപ്പൊ എടുത്ത ക്ലാസ് അല്ലെങ്കിൽ വലിയ ആളാവുമ്പോ പറയും നിന്റെ മൈൻഡ് ചെയ്തില്ല പറയും. അപ്പൊ എൻട്രി കഴിഞ്ഞ ആൾക്കാർ അറിയില്ല. അല്ലാന്ന് ഫസ്റ്റ് വൈഫ് പറയുമ്പോ എൻട്രി പറഞ്ഞോട്. ആ ആ
എന്ത് ചെയ്യണം പാവം കണ്ട അവസ്ഥ. ഹെലികോപ്റ്റർ ഷോട്ട് എടുക്കട്ടെ. നല്ല മണം. പകുതി കൂടണോ? കുട്ടി അച്ഛനെ വിശക്കുന്നുണ്ട്. പോയി പിന്നെ എന്തൊരു ആയി തിന്നു രാത്രി മുട്ട പൊരിച്ച് തിന്നാം. ഒരു ക്ലോസറ്റ് പുഞ്ചിരിയാന്ന്. ഓ നിങ്ങൾ കറക്റ്റ് പെട്ടു. നിമിഷത്തിന് ലൈക്കട്ടെ. എൻ്റെ മാത്രം ഫുഡ് കഴിക്കാതെ പെടണ്ട. അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ. എല്ലായിടത്തും വരും നമ്മള്. ചൂടല്ലേ വേർക്കില്ലേ? അവിടെ കഴിച്ചോ? ഇതുണ്ട് സൂപ്പർ ഉണ്ടല്ലോ. നോക്കിട്ടോ എന്നെ ഏതെങ്കിലും കൂടെ 2 പോയിന്റ് കറക്റ്റ് പോയിന്റ് കളർ കൂടെ ഇനി അടുത്തത് വൈഫ് ഹസ്ബൻഡിനെക്കാൾ വെയിറ്റ് വരിക. അതിനനുസരിച്ച്
ഗപ്പുണ്ടോ? കാൽക്കുലേറ്റർ അല്ല എഴുതിക്കോ. ലാസ്റ്റ് കൂട്ടല് ലാസ്റ്റ് എല്ലാം കൊണ്ടു വെച്ചെന്താ കിട്ടി കിട്ടി കിട്ടി. ഒന്ന് ട്രയൽ നോക്കോ. രണ്ട് ട്രയൽ കൊടുത്താ. രണ്ട് ട്രയൽ എല്ലാവർക്കും രണ്ട് ട്രയൽ കൊടുത്താ. ഇത് ശരിക്കുള്ള കളി. Stand here. Stand here. Don't move. It's okay. Okay, you can run. കാല് പുറത്തു. Just miss. Okay, കാല് പുറത്തോക്കല്ലേ. ആ, ഇവിടെ എന്തുണ്ട്? ആ, ഇട്ടോ. ഓ, that's okay. ഇങ്ങനെ ഇട്ടോ. സ്ലോ മോഷൻ അടുത്തോ? ഞങ്ങളങ്ങനെ പരിപാടികളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി. ഒരു 5:30 സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോഴും നമുക്ക് എത്തുമ്പോൾ 7 മണിയായിരിക്കും. നമ്മളവിടെ ഫസലിക്കോട് ചോദിച്ചപ്പോൾ ഫസലൊക്കെ പറഞ്ഞത് 8 മണി അല്ലെങ്കിൽ 9 മണിയായിരിക്കും പരിപാടിയൊക്കെ അവസാനിക്കുമ്പോൾ എന്ന് പറഞ്ഞത്. കാരണം അത്യാവശ്യം ഗെയിമുകളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോയി കൊണ്ടുവയ്ക്കുകയാണ്. യാത്രകൾ കഴിഞ്ഞ്